CPM-ന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം കഴിഞ്ഞ ദിവസം നടന്നിരുന്നത്. അതില് വീണയെ സംരക്ഷിക്കണോ പാർട്ടി അതോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമെന്നാണ് അറിഞ്ഞിരുന്നത്. അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ടോ? വീണയെ സംരക്ഷിക്കണമെന്നാണോ അതോ വേണ്ട എന്നാണോ? പാർട്ടിയുടെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? പാർട്ടിയുടെ നിലപാട് പാർട്ടി പറഞ്ഞേക്കുന്നത് വീണയുടെ കേസ് വീണയുടെ വ്യക്തിപരമായ അവരുടെ കമ്പനിയുടെ കേസാണ്. അപ്പൊ ആ കമ്പനിയുടെ കേസ് അവർ നിയമപരമായി നേരിടട്ടെ എന്നാണ്. അപ്പൊ നിയമപരമായി നേരിടട്ടെ എന്നുള്ളത് പാർട്ടി പറഞ്ഞാലും ഇല്ലെങ്കിലും നിയമപരമായി നേരിടേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ അത് സ്വാഭാവികമാണ്. പറ്റും. പക്ഷേ റിയാസിലേക്കോ അതുപോലെ പാർട്ടി സഖാക്കളിലേക്കോ എത്തുമ്പോൾ അത് രാഷ്ട്രീയമായി കൂടി നേരിടും എന്നാണ് CPM പറഞ്ഞേക്കുന്നത്. അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. CPM യഥാർത്ഥത്തിൽ ഒരു വിശദീകരണ യോഗം വളരെ കൃത്യമായിട്ട് ഇന്നലെ ചേരുകയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞ ഏജൻസി എന്താണെന്നും ആ ഏജൻസി ഇവിടെ ചെയ്യാൻ പോകുന്ന പണി എന്താണെന്നും ഇതിന്റെ പുറകിലുള്ളത് രാഷ്ട്രീയ വേട്ടയാണ് എന്നുള്ളതൊക്കെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അത് CPM-ന്റെ നിലപാടിൽ എനിക്ക് വലിയ പ്രകടമായ വ്യത്യാസമൊന്നും തോന്നിയില്ല. CPM-ന്റെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതായത് ഇത് വീണ ആയതുകൊണ്ട് ന്യായീകരിച്ചാൽ വീണ പാർട്ടി മെമ്പറോ അല്ലെങ്കിൽ നേതാവോ ഒന്നും അല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും വീണയാകുമ്പോൾ ന്യായീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കുഴപ്പമുണ്ട്, വീണയെ ന്യായീകരിക്കേണ്ട ആവശ്യം എന്താണെന്നുള്ളൊരു വിമർശനം വരും. പക്ഷെ ന്യായീകരിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും വീണയെ എന്തുകൊണ്ട് മറ്റേ നിങ്ങൾ എന്താണ് മിണ്ടാതിരിക്കുന്നത് എന്ന് പറയുന്ന വിമർശനം വരും. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ എന്തായാലും മാറി കിട്ടി. ഇപ്പൊ എന്താണ് കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോ പറഞ്ഞു സത്യത്തിൽ CPM കൃത്യമായിട്ട് ഇതിൽ ഇറങ്ങണം, വീണയാണെങ്കിലും സംരക്ഷിക്കുമെന്ന് തന്നെ പറയണം എന്ന് പറയുകയും ചെയ്തതാണ്. അപ്പോഴാണ് ഇപ്പൊ സാറ് പറയുന്നു റിയാസിലേക്കൊക്കെ, അതായത് പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ആളുകളിലേക്ക് എത്തുമ്പോൾ സംരക്ഷിക്കണം എന്നുള്ള രീതിയിലേക്ക് ഇറങ്ങുമെന്ന്. ഇപ്പോ ഉയർന്നു കേൾക്കുന്ന പേര് റിയാസിന്റേതാണ്. റിയാസും കൂടി ഇതിനെ ഉൾപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇടപെടാനുള്ള നീക്കമുണ്ട്. പക്ഷെ അതിനുമപ്പുറം സാറ് പറഞ്ഞതുപോലെ തന്നെ വീണയാണെങ്കിലും ഇതിനെ രാഷ്ട്രീയപരമായിട്ട് പ്രതിരോധിക്കേണ്ടതല്ലേ? അങ്ങനെ ഒരു നിലപാട് പോകണ്ട? അല്ല, രാഷ്ട്രീയമായിട്ട് ഇപ്പോഴും പ്രതിരോധിക്കേണ്ടി വരുമെന്നേ. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ പുറകിൽ പിണറായി ആണെന്നാണ് പ്രചരണം മുഴുവൻ കൊടുക്കുന്നത്. അല്ലാതെ വീണ വിജയനാണെങ്കിൽ പിന്നെ വീണ തൈക്കണ്ടിയിൽ എന്ന് മാത്രം ഇതിനകത്ത് എഴുതി വെച്ചാൽ പോരെ. യഥാർത്ഥത്തിൽ ഇത് ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ പ്രജിതയെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പ്രജിത എന്ന് എഴുതി നോക്കുക. അല്ലാതെ നേരെ പ്രജിതയുടെ ഫാദറിന്റെ പേര് അതിനകത്ത് വളരെ സ്പെസിഫിക് ആയും പുള്ളി ജോലി ചെയ്ത ഡെസിഗ്നേഷൻ ഒന്നും മുൻ ജോലി ചെയ്ത ഡെസിഗ്നേഷൻ ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യം ഇല്ല. പക്ഷെ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് അത് CPM ശ്രദ്ധിക്കാത്തത്. ഒന്ന്, ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ തന്നെ അങ്ങനെ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളാണ്, അതുകൊണ്ടാണ് ഈ കാര്യങ്ങളിൽ ഒരു ഈ ബ്രൈബായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇല്ലിസിറ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ നടന്നത് എന്നുള്ള സൂചന അതിനകത്ത് തന്നെയുണ്ട്. ഏതിനകത്ത്? SFI. അപ്പൊ SFI അല്ലല്ലേ ഞാൻ പറഞ്ഞ ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ. ആ ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഭാഗമായിട്ടാണ് SFI അന്വേഷണം വരുന്നത്. SFIയുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ED വരുന്നത്. അപ്പൊ ED ഏതാണ്ട് 7 തവണ ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി നിങ്ങളുടെ മക്കൾ, അതായത് ഈ നേതാക്കളുടെ മക്കളാണ്, ആ മക്കളെ വ്യക്തിപരമായിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞാൽ സമൂഹം അങ്ങനെ കാണുമോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ മറ്റേ മനോരമ ഫ്രണ്ട് പേജ് ന്യൂസ് കൊടുക്കൂ? ഇല്ലല്ലോ. അപ്പൊ അത് കണ്ടേക്കണത് ഇത് രാഷ്ട്രീയമായി തന്നെയാണ് ഈ മാധ്യമങ്ങളും വാർത്തകളുടെ പോലും പ്രചരണമുള്ളത്. അതുകൊണ്ട് രാഷ്ട്രീയമായി തന്നെ CPM ഇതിനെ പ്രതിരോധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് സംരക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പിടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞ് സംരക്ഷണം കൊടുക്കാനൊന്നും പറ്റൂല. ഇത് ജനാധിപത്യ രാജ്യമാണ്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇപ്പൊ നമ്മള് കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ കേസിലൊക്കെ എടുത്തതുപോലെയുള്ള നിലപാടില്ല, കുറച്ചുകൂടി. കാരണം ആ സമയത്തും ഇത്തരത്തിലൂടെ തീരുമാനം എടുക്കാൻ കാര്യമുണ്ട്. കോടിയേരി അന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാ. അപ്പൊ സംസ്ഥാന സെക്രട്ടറിയുടെ മക്കളും അതുപോലെ ഈ പറയുന്ന പോലെ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ മക്കളും ഒക്കെ ഇതുപോലെ സുഖലോലുമായി ജീവിതം നയിക്കുന്നതാണ് എന്ന് പറയുന്ന ഒരു നരേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പണി ചെയ്യുന്നത്. അപ്പൊ അതിനെ CPM കൃത്യമായി മനസ്സിലാക്കുകയും രാഷ്ട്രീയമായി നേരിടുകയും രാഷ്ട്രീയമായി അതിനെതിരെയുള്ള പ്രചരണം ശക്തിപ്പെടുത്തുകയും ചെയ്തില്ലെങ്കിൽ അത് CPM-ന് വലിയ തലവേദനയാവും. ആദ്യഘട്ടത്തില് അതായത് ഈ കേസിനെ പ്രതിരോധിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നല്ലോ CPM-ന്റെ നടപടി. പിന്നീടല്ലേ അതിൽ നിന്ന് പിന്നാക്കം പോയത്? അല്ലല്ല, CPM ആദ്യം വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ വീണ തൈക്കണ്ടിയിൽ SFI അന്വേഷണം വന്നപ്പോഴോ അല്ലെങ്കിൽ അതിന് മുൻപ് ഇപ്പൊ ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു നടപടി വന്നപ്പോഴൊന്നും CPM അതിനെ ന്യായീകരിച്ചേ ഇല്ല. കാരണം CPM-ന് അപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് വീണ ആരാണ് ന്യായീകരിക്കാൻ. കാരണം വീണ
പിണറായി വിജയൻ എന്ന് പറയുന്ന അവരുടെ സമുന്നതനായ നേതാവിന്റെ മകളാണ് എന്നുള്ളത് കൊണ്ട് അത് ന്യായീകരിക്കേണ്ട ഒരു രീതി CPM-ന് ഇല്ല. പക്ഷെ ആ ഒരു കാലഘട്ടമല്ല ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ ചടയൻ ഗോവിന്ദന്റെയോ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ആളുകളുടെയോ ഒക്കെ കാലഘട്ടത്തിൽ AKGയോ EMSO സുന്ദരയോ ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം പോലെയല്ല ഇത്. ഇത് യഥാർത്ഥത്തിൽ CPM-നെതിരെ ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായി നടത്തുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് CPM എന്താണ് അതിനുള്ള പ്രചരണ ആയുധം മാത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അല്ലെങ്കിൽ പ്രജിത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, 182 കോടി രൂപ കാണാതായി എന്ന് പറയുന്ന സ്ഥലത്ത് ആരെങ്കിലും മറ്റേ 2,22,00,000 രൂപയുടെ 2,78 കോടി രൂപയുടെ മാത്രമായിട്ട് അന്വേഷിക്കും? അപ്പോൾ ബാക്കിയുള്ള കാശ് വേണ്ടേ? അല്ല, അതില് ഇപ്പോ സാർ പറഞ്ഞതുപോലെ പിണറായി വിജയന്റെ മകളാണ്, അതായത് മുഖ്യമന്ത്രി ആയിരിക്കെ ചെയ്തു കൊടുക്കുന്ന ഫേവറിന് കിട്ടുന്നതാണ് എന്നുള്ള കാര്യമാണല്ലോ ഇവർ പറയുന്നത്. ഇപ്പൊ CMRലെ ശശിധരൻ കർത്തയും കൊടുത്തിരിക്കുന്ന മൊഴിയില് അതാണ് എന്നുള്ളതല്ലേ നമ്മളിപ്പോ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം. അത് തന്നെയാണല്ലോ എല്ലാവരും ഉന്നം വെക്കുന്നത്. അല്ല, അതാണ് പറഞ്ഞത്. ഇപ്പൊ വീണ തൈക്കണ്ടിയിലിന്റെ എക്സാലോജിക്കിന്റെ ഒരു കേസിൽ നമ്മൾ ഇടപെടുന്നു അല്ലെങ്കിൽ അതിലൊരു ക്രമക്കേട് കണ്ടെത്തുന്നു എന്ന് പറയുന്ന അത്ര ലളിതമല്ല കാര്യങ്ങൾ. ഞാൻ പറഞ്ഞത് CPM ഇതിനെ വളരെ ശക്തിയുക്തം എതിർക്കണം എന്നുള്ളതാണ്. രാഷ്ട്രീയമായിട്ടുള്ള പ്രചരണം അതിനുവേണ്ടി സംഘടിപ്പിക്കണം. അതിന്റെ ആദ്യത്തെ പ്രചരണം ഇപ്പൊ കഴിഞ്ഞു. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്ത്, ഈ ഈ ഈ പറയുന്ന ഇതിന്റെ പ്രചരണത്തിന്റെ പോലും ഗുണമുണ്ട്. താങ്കൾ അറിഞ്ഞ ഇപ്പൊ ഇന്നലത്തെ വാർത്തകൾ മൊത്തം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വാർത്തകളിൽ ചാനൽ ചർച്ചയ്ക്ക് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരൊന്നും പതുങ്ങിയിട്ടുണ്ട്. അതായത് അതിനു മുമ്പ് കോൺഗ്രസ്സുകാർ ശരിക്കും പറഞ്ഞാൽ ജിൻഡോയൊക്കെ വന്നിരുന്നിട്ട് കോൺഗ്രസ് നിങ്ങൾ എന്ത് ഇതാണ് കാണിക്കണം, നിങ്ങൾ ഇതിന് സേവനം എവിടെ എന്നൊക്കെ ചോദിച്ചാൽ കോൺഗ്രസ്സുകാർ ഇന്നലെ വന്ന് താങ്കൾ നോക്കിക്കോളൂ. ഇപ്പൊ BR അനൂപിനെ പോലെയുള്ള ആളുകൾ വന്നിട്ട് കുറച്ചുകൂടി മൈൽഡായി, ഞങ്ങൾ ഒരിക്കലും ED അനുകൂലിക്കുന്നില്ല, പകരം ഞങ്ങൾ ഈ പറയുന്ന വീണ വിജയന്റെ കാര്യത്തിൽ ചില ക്ലാരിറ്റിയുടെ കുറവുകളുണ്ട് എന്നുള്ള ലെവലിലേക്ക് അവർ മാറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പാർട്ടി അവരുടെ പ്രചരണ മെഷീനറി പരിങ്ങിലാവില്ല, അവർ കൃത്യമായി പ്രതിരോധിക്കണം എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം പറയാം, പാർട്ടിക്ക് ഇതിൽ വലിയൊരു പ്രശ്നമുണ്ട് CPM-ന്. കാരണം CPM-ന്റെ ആളുകൾക്ക് ഈ ബിസിനസ്സോ അതിന്റെ രംഗങ്ങളെ കുറിച്ചോ ഒന്നും അത്ര വലിയ ധാരണകൾ പലപ്പോഴും പൊതുവെ ഒരു നേതാക്കന്മാർക്കും ഇല്ല. പൊതുവെ ഒരു നേതാക്കന്മാർക്കും ഇല്ല. ഒന്നാമത്തെ കാര്യം, പ്രജിത് ഇത് തലപോണ കേസൊന്നുമല്ല. പ്രജിത വേണമെങ്കിൽ ഇപ്പൊ എഴുതി വെച്ചോ, ഈ കേസിന്റെ അവസാനം എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ വീണ തൈക്കണ്ടിലിന് ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. ഇനി കൂടി വന്നിട്ടുണ്ടെങ്കിൽ വല്ല ടാക്സ് ഒരു ഫൈൻ അടച്ചുകൊണ്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള അടച്ചുകൊണ്ടോ ഇത് ചെയ്യാവുന്ന കേസേ എന്തുള്ളൂ. ഇപ്പോഴും 2 കോടതികൾ ഇത് സ്റ്റേ ചെയ്തിട്ടുണ്ട്, ഡൽഹി ഹൈക്കോടതിയും ഈ പറയുന്ന കേരള ഹൈക്കോടതിയും. കൂടാതെ ഇതിലൊരു ക്രിമിനൽ പ്രൊസീജിയറായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അറസ്റ്റ് പോലും ഇപ്പോഴും സാധ്യം അല്ല. വെറുതെ ആകാശം നോക്കിയിരുന്ന് വാർത്ത ഉണ്ടാക്കണം കുറെ മറ്റേ പറയണ ഇത് പറയേണ്ടി വരും. മാധ്യമ പ്രവർത്തകന്മാരിരുന്ന് വീണ ജയിലിലേക്ക് പിണറായിനെ തൂക്കി മറ്റേ എന്ത് ഇതെന്നൊക്കെ പറഞ്ഞ് എഴുതാന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 5 വർഷം നമ്മൾ കേട്ട ഏറ്റവും കൂടുതൽ കേട്ട ഹെഡ്ലൈൻ അതാണ്. എന്തിനാണ് എന്നെ ചിരിപ്പിച്ച ഹെഡ്ലൈനും ഒക്കെ ഉണ്ട്. അതായത് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ മലയാളിക്ക് അറിയാത്തതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ ചിലപ്പോ ആ മറ്റേ ചാനലൊക്കെ ആക്രമിക്കപ്പെട്ടേനെ വല്ല ഇവിടെ വിവരമുള്ളവരുണ്ടെങ്കിൽ. FBI എന്നൊക്കെ പറഞ്ഞ അമേരിക്കയുടെ ഈ പറയുന്ന പോലീസ് ആൻഡോയെ പിടിക്കാൻ അവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞു അവര്. പക്ഷെ എനിക്ക് തോന്നണത് നടന്നാറ്റ വന്ന വണ്ടി കിട്ടാണ്ട്, അതുകൊണ്ട് ഇവിടെ വരെ എത്തിയിട്ടില്ല. പ്രജിത് എന്ത് പറയണ ഒരു FBI, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന FBI എന്ന് പറഞ്ഞ പോലീസ് ഏജൻസി എന്ത് ചെയ്താ ഇങ്ങനെ പതുക്കെ എന്താണ് കുതിരപ്പുറത്ത് അല്ലെങ്കിൽ ആമയുടെ പുറത്ത് കയറി വന്ന എന്താണ് ഇവര് പറയണത്? ഇപ്പൊ അത് അടുത്ത ടോപ്പിക്കായി ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അപ്പൊ അതേപോലെയുള്ള അപസർപ്പക കഥകൾ എന്ത് ചെയ്യണേ? പ്രജിതോട് ഞാൻ വളരെ സന്തോഷത്തോടെ പറയാം, എന്നെ വേറെ 2 ചാനലുകൾ ചർച്ചയ്ക്ക് വിളിച്ചു. ഞാൻ ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിച്ചു, തട്ടിപ്പ് എന്ന് പറയാൻ നിങ്ങളുടെ കയ്യിൽ ഈ മെസ്സിയുടെ കാര്യത്തിൽ എന്താണ് ഉള്ളതെന്ന് ചോദിച്ചിട്ട് പിന്നെ എന്ത് ചെയ്തിട്ടില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ ആങ്കർ വളരെ നീതിയുക്തമായിട്ട് പെരുമാറുന്നതുകൊണ്ട് ആങ്കരം കൂടി എന്ത് ചെയ്തു, മര്യാദ പറഞ്ഞു. കാരണം രേഷ നമ്മുടെ ഇവിടെ വന്ന വാർത്തയല്ല, നമ്മൾ അങ്ങനെ വാർത്ത കൊടുത്തിട്ടില്ല എന്നുള്ളത് പറഞ്ഞു. പക്ഷെ വേറെ ബാക്കിയുള്ള അതേപോലെ തന്നെ ഈ വീണ തായ്ക്കണ്ടിയിലെ കേസിലും യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ചു നോക്കണം. ഈ 2.78 കോടി രൂപ എന്നുള്ളത് തന്നെ എങ്ങനെയാണെന്ന് പ്രതിക്ക് പോലും അറിയാം. പറഞ്ഞതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം, മാധു സജി ചോദിക്കണ്ടായി ആരോട് ഒരു ബീറ്റ് ദ എഡിറ്റേഴ്സിൽ ഈ ശരിക്കും പറഞ്ഞ ഒരു അവ്യക്തതയുണ്ട്. എങ്ങനെയാണ് 50 ലക്ഷം ശരിക്കും പറഞ്ഞാൽ 1.78 കോടി രൂപ 5 ലക്ഷം 3 ലക്ഷം 8 ലക്ഷം വീതം മാസം കിട്ടി, അത് ഓക്കെ. പക്ഷേ 50 ലക്ഷമേ വായ്പ എടുത്തിട്ടുള്ളൂ, പിന്നെ 50 ലക്ഷം എവിടെ നിന്ന് വന്നു എന്ന് എന്ത് ചെയ്യുന്നുണ്ട്?
അതായത് ഇത് മൊത്തം നടന്ന ട്രാൻസാക്ഷൻ ആണ് ഈ പറയണ. ഈ മൊത്തം നടന്ന ട്രാൻസാക്ഷൻ പോലെ തന്നെയാണ് എന്റെ പൊന്നു പ്രജിത 20 കോടി 5 ലക്ഷം എന്നൊക്കെ എന്ത് ചെയ്തേക്കണത്, എഴുതി വെച്ചേക്കണത്. പിന്നെ ഞാൻ വേണമെങ്കിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണ്, ലൈവായിട്ട് വിടണമെന്ന് മാത്രമേ ഉള്ളൂ. ഏത് ചാനൽ വിളിച്ചാലും ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഇതുവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇറക്കിയേക്കണ പത്രക്കുറിപ്പ് മൊത്തം, പ്രസ് റിലീസ് മൊത്തം ഒന്ന് എടുത്ത് നോക്കേണ്ടതാണ്. പ്രജിത തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, വെബ്സൈറ്റിലാണല്ലോ പ്രസ് റിലീസ് ഇടേണ്ടത്, എന്തുകൊണ്ട് എക്സിലേക്ക് ഇടണേന്നറിയോ? അത് പെട്ടെന്ന് സാധാരണ ഒരു മിനിറ്റ് സാധാരണ ഒരു ഞാൻ പറഞ്ഞ സാധാരണ ഒരു മര്യാദ എന്ന് പറയുന്നത്, നിങ്ങൾ കേരളത്തിന്റെ പ്രസ് റിലീസ് ഇടുമ്പോൾ പ്രസ് റിലീസ് വെബ്സൈറ്റിൽ ഇടണം. ആ വെബ്സൈറ്റിൽ നിന്ന് ആരെങ്കിലും എടുത്ത് എവിടെ കൊടുക്കണം? സോഷ്യൽ മീഡിയയിൽ ഇടണം. ഇനി വേണ്ട, നിങ്ങൾ വെബ്സൈറ്റിൽ ഇടുന്നതിനോടൊപ്പം നിങ്ങൾ എക്സിലും കൂടി പോസ്റ്റ് ചെയ്തോ, ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തോ. ഇത് എന്തിനാ എക്സിൽ ആദ്യം പോസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായ? ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് അവിടെ പോസ്റ്റ് ചെയ്യുന്ന സമയം പോലും കളയരുത്, അത്രയും അവരെ ടാർണിഷ് ചെയ്യണം. അതായത് നേരിട്ടൊരു സമൂഹ മാധ്യമത്തിലേക്ക് പോസ്റ്റ് ചെയ്യാണ്, പിന്നെ ആളുകൾക്ക് അത് പ്രചരിപ്പിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അതായത് ആ സമയം പോലും കളയണ്ട. നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ഫേസ്ബുക്കിൽ നിന്ന് ആരെങ്കിലും എടുത്ത് അപ്പുറത്ത് ഇട്ടില്ലെങ്കിലോ? മനസ്സിലായി? ഇപ്പൊ താങ്കൾ തന്നെ, താങ്കൾക്ക് ഒരു ഫേസ്ബുക്ക് ഉണ്ട്, ഇന്ത്യൻ കമ്പനിയുടെ ഫേസ്ബുക്ക് ഉണ്ട്. ആ ഫേസ്ബുക്കിൽ ഇടാതെ ഒരു കമ്പനിക്ക് ഒരു ഫേസ്ബുക്ക് ഉണ്ട്, അതിന്റെ കമ്പനിയുടെ വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റിൽ ഇടാതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഫേസ്ബുക്കിലേക്ക് നേരിട്ട് ഗവൺമെന്റ് ഓഫ് കേരള അങ്ങനെ ഫേസ്ബുക്കിലേക്ക് നേരിട്ട് ഏതെങ്കിലും എന്ത് ചെയ്യൂ? അപ്പൊ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ തന്ത്രമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഉള്ളി തൊലി വിളിച്ച കേസ് പോലെ ആണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. തുറന്നൊരു കാര്യം കൂടി പറഞ്ഞ് ഇഡിയുടെ വലിയ ഉദ്യോഗസ്ഥർക്കും ഒക്കെ അറിയാം. ഇഡിയുടെ വലിയ നാഷണൽ ഹെറാൾഡ് കേസ് എന്തായി? മറ്റേ ഇവര് പിടിച്ച് ജയിലിലിട്ട. ഇനി ഏറ്റവും വലിയ തമാശയും കൂടി നോക്കിക്കോട്ടാ, സത്യം പറഞ്ഞ പിണറായി BJP-യിലേക്ക് ഞാനും പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇത് മാഞ്ഞു പോണ മാത്രമല്ല, മിക്കവാറും ഇഡിയുടെ ഉദ്യോഗസ്ഥന്മാര് പിറ്റേ ദിവസം വീട്ടിലെത്തും. ഏത് മറ്റേ ഗ്ലൗസ് ഒക്കെ ഇട്ട് വീട്ടിലെത്തും. എന്നിട്ട് പറയും, കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്ന് ഇവിടെ നിന്ന് അലങ്കോലമൊക്കെ ഇട്ട് പോയായിരുന്നു, മനസ്സിലൊന്നും വെക്കരുത്, എന്ത് ചെയ്യണം, ഇതെല്ലാം ഞങ്ങൾ തൂത്ത് ഉടച്ച് വൃത്തിയാക്കിയിട്ട് ഇന്ന് എന്ത് ചെയ്യും? ഇത്രേ ഉള്ളു ഇതിന്റെ കാര്യം. പിന്നെ ഇതിൽ നമുക്ക് പേടിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഒരു അടിയന്തരാവസ്ഥ കാലത്ത് മിസ പോലെയുള്ള മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റീസ് ആക്ട് പോലെയുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് കരുതൽ തടങ്കലിൽ ഒരാൾ എത്ര കാലം വേണമെങ്കിലും വെക്കാനുള്ള സൗകര്യം കൊടുത്തിരുന്നു. ആർക്ക്? കേന്ദ്ര ഗവൺമെന്റ്. ഇപ്പൊ അങ്ങനെയൊന്നും അല്ലാതെ തന്നെ ഇഡി കേസെടുത്ത സൗകര്യമാണ്. ഇഡി കേസെടുത്ത സൗകര്യമാണ്. എന്ത് ചെയ്യാം? ഒരാളെ വെറുതെ. പിന്നെ കള്ളപ്പണമൊക്കെ ഈ കേരളത്തിൽ ആരാണ് ഡീൽ ചെയ്യുന്നത്, ഹവാല ആരാണ് ഡീൽ ചെയ്യുന്നത്, അത് ഏത് സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടാണെന്നൊക്കെ ഇഡിക്ക് നന്നായിട്ട് അറിയാം. ഇഡി ഉദ്യോഗസ്ഥരൊക്കെ ചോറ് നിന്ന് ഈ പാവങ്ങൾ ഈ നാട്ടിൽ തന്നെ ജീവിക്കുന്ന ആളുകളാണ്, അവർക്കൊക്കെ അറിയുന്നൊക്കെ. KT ജലീലൊരു എഴുത്തെഴുതിയിട്ടുണ്ട്, അത് ഞാനിവിടെ പറയുന്നില്ല ഫേസ്ബുക്കിൽ. താങ്കൾ വെറുതെ ഒരു പ്രാഥമിക അന്വേഷണം നടത്തി വെക്കോ, ഇവിടെ നിന്ന് താങ്കൾക്ക് ഒരു 2 കോടി രൂപ ഗൾഫിലേക്ക് അയക്കണം, ഇപ്പൊ ഹവാല വഴി അയക്കാനാണെന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയ കാര്യങ്ങൾ ബോധ്യപ്പെടും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വെറും പച്ച മലയാളത്തിൽ നമ്മൾ ലോക്കൽ ലാംഗ്വേജ് പറയുമ്പോൾ വെറും ചപ്പടാച്ചികൾ മാത്രമാണ്. പിന്നെ അത് CPM പ്രതിരോധിച്ചില്ലെങ്കിൽ പറ്റണെന്ന് വെച്ചാൽ CPM ഇത് എന്ത് ചെയ്യും? മിണ്ടിയില്ലെന്ന്. മിണ്ടിയില്ല, കണ്ട അത് ശരിയായിരിക്കും. മിണ്ടി എന്ന് പറഞ്ഞാൽ അത് ശരി. അപ്പൊ നിങ്ങൾ വീണയ്ക്ക് വേണ്ടി ന്യായീകരിക്കാൻ എത്തിക്കണോ? എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ശ്രദ്ധിച്ചു നോക്കി അറിയാം, താങ്കൾക്കൊന്നും മനസ്സിലാക്കാത്തോണ്ടാണ്. ശ്രദ്ധിച്ചു നോക്കി, കൃത്യൻ നരേഷാണ്. അതായത് ബിനീഷ് കോടിയുടെ കുറെ ഇന്റർവ്യൂ വന്നിട്ടുണ്ട് ഈ ഇടക്ക്, ശ്രദ്ധിച്ചണ്ട? പണ്ട് ബിനീഷ് കോടിയുടെ എന്തായിരുന്നു, ഭൂലോക ആണെന്ന് പറഞ്ഞാണ് ഇന്റർവ്യൂ കൊടുത്തോണ്ടിരുന്നത്, വാർത്ത കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ ബിനീഷ് കോടിയോട് ചോദിക്കുന്നു, വളരെ എമ്പത്തിയോടുകൂടി ചോദിക്കുന്നു, ശരിക്കും പറഞ്ഞാൽ വീണ വിജയനെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പൊ പാർട്ടി എത്തുന്നു, പക്ഷെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എന്തുകൊണ്ട് എത്തുന്നില്ല? എന്തുകൊണ്ട്? ശരിക്കും പറഞ്ഞാൽ ചില അവതാരകരൊക്കെ കരയുമെന്നാണ് ഞാൻ വിചാരിക്കണം. ഏത് ബിനീഷ് കോടിയേരി കെട്ടിപ്പിടിച്ചേ, നിങ്ങളെ രക്ഷിക്കണം ആരും എത്തിയില്ലല്ലോ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? അവര് പലരും നേരത്തെ വാർച്ച വായിച്ചാണ്. കാരണം എന്താ, അന്ന് കൊടിയേരി ഉണ്ടായിരുന്നു, ഇപ്പൊ കൊടിയേരി ഇല്ല. അതുകൊണ്ട് പാർട്ടിയിൽ അവരുടെ പ്രമുഖമായ സ്ഥാനമൊന്നും ഇല്ല. ഇനി അവരെ ആക്രമിച്ചിട്ട് കൊടിയേരിനൊന്നും ചെയ്യാനില്ല. ഇപ്പൊ സത്യം പറഞ്ഞാൽ കൊടിയേരിയുടെ മറ്റേ ഡെഡ് ബോഡി പോലെ അനാദരവ് കാണിച്ചു. കൂടാതെ ഇവരോടും എന്ത് ചെയ്യുന്നു, അനാദരവ് കാണിക്കുന്നു. പാവം പിടിച്ച കുടുംബം.
എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ കുടുംബത്തെക്കുറിച്ച് എന്തൊക്കെയാണ് വന്നേക്കണേന്ന് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. ഏത്? കാരണം എന്താ, അന്ന് കൊടിയേരി എന്തായിരുന്നു? ഇപ്പൊ എന്താ ഇവരിത് പറയാത്തത്? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്ത്, മറ്റേ ഇല്ലേ സുരാജ് വെഞ്ഞാറോട് പറയണ പോലെ ബിനീഷ് കൊടിയേരി എന്ന് പറയുമ്പോൾ തന്നെ മാധ്യമങ്ങൾക്ക് തന്നെ പഞ്ചപാവം. പിന്നെ ബിനീഷ് കൊടിയേരിക്ക് ബോധമുള്ളതുകൊണ്ട്, കൊടിയേരി അതിൽ പെടാത്തതുകൊണ്ട്, ബിനീഷ് അതിൽ പെടാത്തതുകൊണ്ട് ഇവർക്ക് വലിയ സന്തോഷമില്ല. ബിനീഷ് എങ്ങാനും ഒരു തവണ പിണറായി വിജയനെതിരെയോ ബാക്കിയുള്ളവർക്കെതിരെയോ വെറുതെ തമാശക്കൊന്ന് പറഞ്ഞു നോക്കണമെന്ന് ഞാൻ പറയണം. പറഞ്ഞു നോക്കിയാൽ പിറ്റേ ദിവസം പോലെ എന്തായിരിക്കും? പഞ്ചപാവം. എന്തോരം നാളവിടെ എന്ത് ചെയ്ത് പരപ്പനഹാര ജയിലിൽ കിടന്നു. കഷ്ടം. ഇവർ തിരിഞ്ഞു പോലും നോക്കിയില്ല ദുഷ്ടന്മാർ. ആര്? പിണറായി, ഗോവിന്ദൻ മാഷ്, എല്ലാവരും. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞ് ഈ പുള്ളി മാറ്റി പറയണം ഞാൻ തമാശ പറഞ്ഞാണെന്ന് പറയണം. അപ്പം അറിയാം കൃത്യം എന്താ. അതുകൊണ്ട് മാധ്യമങ്ങളിലൊക്കെ പണി തീർത്തോളൂ.